ഡിയർ സ്റ്റുഡൻസ്, നമ്മളെല്ലാവരും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പം എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ഇതേപോലെ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സസിലൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. നമ്മൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അത് ഞാൻ എന്താണ് ഈ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ കോഴ്സാണ്. നിങ്ങൾ പഠിക്കുന്ന ഒരു ഓപ്പൺ കോഴ്സാണ്. ഈ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന കോഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇതേപോലെ തന്നെ വേറെ കോഴ്സസ്, വേറെ സബ്ജക്ട്സ് ഓഫർ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും വെബ് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊമേഴ്സുകാർക്ക് ഓഫർ ചെയ്യും. കൊമേഴ്സുകാർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്. അപ്പം ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ. ഇത് നിങ്ങൾക്ക് 2 അവർ വരുന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റാണ്. ജസ്റ്റ് ഒരു 14 ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞു പോണ ഒരു സബ്ജക്റ്റാണ്. സിമ്പിളാണ്, ജനറലാണ്. ഒരു 50 മാർക്കിൻ്റെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് ചാപ്റ്ററാണ് ടൂറിസം ടെർമിനോളജി. ടൂറിസം ടെർമിനോളജി എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൂറിസത്തിൽ വരുന്ന ടേംസുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾക്ക് കേട്ടും കണ്ടും പരിചയമുള്ള ടേംസുകളാണ്. പക്ഷെ അതിൻ്റെ തിയറിറ്റിക്കൽ വശത്തിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമാണ് ടൂറിസം. ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും അതേപോലെ തന്നെ അട്രാക്ഷനും വരുന്നതാണ് ടൂറിസം. അതായത് ഇറ്റ്സ് ആക്ച്വലി എ ബിസിനസ് ആക്ടിവിറ്റിയാണ്. അതായത് ഇപ്പം നമ്മൾ ഊട്ടിയിലേക്ക് പോവാം. ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടെ ഊട്ടിയിലെ തണുപ്പിനാണ് നമ്മൾക്ക് അട്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്നത് ഒരു ട്രാൻസ്പോർട്ടേഷനാണ്. അവിടുത്തെ തണുപ്പ് എന്താണ്, അട്രാക്ഷനാണ്. ഊട്ടിയിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് വരാനും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. അങ്ങനെ വരുമ്പോഴേ അത് ടൂർ ആവുകയുള്ളൂ. അപ്പം അങ്ങനെ പോയി നിൽക്കുമ്പോൾ നമ്മളത് അക്കോമഡേഷൻ. അങ്ങനെ ഈ 3ഉം അതേപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റും ഇതിന് കൂടെ തന്നെ വരുന്നതാണ് ബിസിനസ് ആക്ടിവിറ്റി. നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നത് എന്താണ്, അവിടെ ഹോട്ടൽസ് ലോഡ്ജസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇറ്റ്സ് എ ബിസിനസ് ആക്ടിവിറ്റി. അവിടുത്തെ തണുപ്പ് അല്ലെങ്കിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റിനെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, അവർ ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ടൂറിസം. ഇനി ടൂറിസത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡൊമസ്റ്റിക് ടൂറിസം, ഇന്റർനാഷണൽ ടൂറിസം. അതായത് ഞാനിവിടുന്ന് ഊട്ടിയിൽ പോയി നിന്ന് ആസ്വദിച്ച് വരുന്നതിന് ഡൊമസ്റ്റിക് എന്നും പറയും. ഞാനിവിടുന്ന് ദുബായിൽ പോയി ടൂർ ആസ്വദിച്ച് വരുന്നതിന് എന്ത് പറയും, ഇന്റർനാഷണൽ ടൂറിസം എന്നും പറയും. അപ്പോൾ വിത്തിൻ ദ കൺട്രി ആണെങ്കിൽ ഡൊമസ്റ്റിക്കും, ഔട്ട്സൈഡ് ദ കൺട്രി ആണെങ്കിൽ ഇന്റർനാഷണലും ആണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ടേം ആണ് ടൂർ. ടൂർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 കണ്ടീഷൻസ് ആണ് അതിൽ പറയുന്നത്. ഒന്ന്, മോർ ദാൻ 24 hour ആയിരിക്കണം, ആൻഡ് ദർ ഷുഡ് ബി എ സ്റ്റേ. ഇപ്പം ഞാനിവിടുന്ന് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ ടൂർ എന്ന് പറയാൻ പറ്റില്ല. എന്താണ്, ഞാൻ ഡെയിലി പോകുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ പോയിട്ട് അപ്പം തന്നെ വന്നേക്കാം. പക്ഷേ 24 മണിക്കൂറിനെ കവിഞ്ഞ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു ജേർണി, അതേപോലെ തന്നെ കസിൻ്റെ വീട്ടിൽ പോയി 2 മാസം 3 കൊല്ലോ 1 കൊല്ലമൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മൾ എവിടെ നിന്നാണോ പോയത് അവിടേക്ക് തന്നെ തിരിച്ചു വരികയും കൂടി ചെയ്യുമ്പോഴാണ് അതിന് എന്ത് പറയുന്നത്, ടൂർന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ടൂറിസ്റ്റ്. ടൂറിസ്റ്റ് എന്നുള്ള വേർഡ് തന്നെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ടൂറിൽ നിന്നാണ്. ടൂർ നമ്മൾ സെക്കൻഡ് പറഞ്ഞ ടൂർ എന്നുള്ള വാക്കിൽ നിന്നാണ് ടൂറിസ്റ്റ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പേഴ്സൺ. അതായത് ആരാണോ നമ്മളെ വീട് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത് ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൂറിസ്റ്റ്. സോ ടൂറിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു എൻജോയിങ് ദ ടൂർ. അതാണ് ടൂറിസ്റ്റ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് പറഞ്ഞ സമയത്ത് നേരത്തെ നമ്മൾ ഡൊമസ്റ്റിക് ഇന്റർനാഷണലും പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റിനെ നമ്മൾ 2 എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫോറിൻ ടൂറിസ്റ്റും ഡൊമസ്റ്റിക് ടൂറിസ്റ്റും. അതായത് ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മളെ രാജ്യം കാണാൻ വേണ്ടി വരുന്ന ആളെ നമ്മൾ ഫോറിൻ ടൂറിസ്റ്റ് എന്നും പറയും. നമ്മളെ രാജ്യത്ത് നിന്ന് എന്താണ്, ആസ് യൂഷ്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന വ്യക്തികൾ നമ്മൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് എന്നും പറയും. ഇപ്പം ഞാനിവിടെ ഊട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് എന്നേ പറയുള്ളൂ. പക്ഷേ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഒരാൾ ഇങ്ങോട്ടേക്ക് നമ്മളെ രാജ്യം കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അവരെ ഫോറിൻ ടൂറിസ്റ്റ് എന്നും പറയും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ബിസിനസ് ടൂറിസം. ബിസിനസ് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിൽ തന്നെ ഉണ്ട് എന്താണ്, ഫോർ ദ പേർപ്പസ് ഓഫ് ടൂർ. അതായത് വല്ല മീറ്റിങ്ങിനോ കോൺഫറൻസിനോ കൺവെൻഷൻസിനോ ഒക്കെ പോകുന്നതിന് നമ്മൾ എന്താ പറയുക, ബിസിനസ് ടൂറിസം എന്ന് പറയും.
പിന്നെ നെക്സ്റ്റ് ടേമാണ് ലിഷർ ടൂറിസം. ലിഷർ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് പേർപ്പസ് അല്ലാതെ ലിഷർ പേർപ്പസ് റാദർ ദാൻ ബിസിനസ് അല്ലാതെ ലിഷർ പേർപ്പസ് വേണ്ടി, അതായത് ഫ്രണ്ട്സിനെ കാണാൻ, റിലേറ്റീവ്സിനെ കാണാൻ, ഫോർ ദ പേർപ്പസ് ഓഫ് സ്പോർട്സ്, ആർട്സ്, ഹെൽത്ത് ഓഫ് ഫിറ്റ്നസ് പേർപ്പസ്, ഇതിനൊക്കെ പോകുന്നതിനാണ് നമ്മൾ ലിഷർ ടൂറിസം എന്ന് പറയാം. നെക്സ്റ്റ് ടേമാണ് ടൂർ ഓപ്പറേറ്റർ. ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമുക്ക് തന്നെ അറിയാം, കോളേജിൽ നമുക്ക് ടൂർ പോകണമെങ്കിൽ പാക്കേജും കൊണ്ട് ഒരാൾ വരും അല്ലെ. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്തിൽ എൻഗേജ് ചെയ്യണം, ഈ സെല്ലിംഗ് ദ ടൂർസ്, ഡെസ്റ്റിനേഷൻ, ട്രാവൽ. നമ്മളെ ടൂർ പോകാനുള്ള സ്ഥലം അല്ലെങ്കിൽ നമുക്ക് ടൂർ സെറ്റ് ചെയ്ത് തരാം. നമുക്ക് വേണ്ട അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത്, ഇറ്റ്സ് മേ ബി എ പേഴ്സൺ, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പം നമുക്കറിയാം ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അൽ ഹിന്ദ്, അക്ബർ ട്രാവൽസ്, ഇവരൊക്കെ എന്താണ് വെച്ചാൽ ടൂർ ഏജൻസീസ് ആൻഡ് ദേ ആർ കോൾഡ് ടൂർ ഓപ്പറേറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പാക്കേജ് ടൂർ. പാക്കേജ് ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രീ അറേഞ്ച് ചെയ്തിട്ടുള്ള ടൂർ, ഒരു ഒരു സെറ്റ് ഓഫ് കോമ്പിനേഷൻ ആയിരിക്കും പാക്കേജ് ടൂർ. നമുക്കറിയാം പാക്കേജ് ടൂറൊക്കെ ജനറൽ ടേംസ് നമുക്ക് കേട്ടില്ലേ, ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും സർവീസസും ഒന്നിച്ചിട്ട് പറയും അല്ലേ. അപ്പം 25,000 രൂപയാണ് നിങ്ങൾക്ക് മലേഷ്യയിൽ പോയിട്ട് വരാം. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കാം, ഫുഡ് ഉണ്ടായിരിക്കാം, അക്കോമഡേഷൻ ഉണ്ടായിരിക്കാം, പ്ലേസസ് വിസിറ്റ് ചെയ്യാൻ പറ്റും, 2 times ഫുഡ് ഉണ്ടായിരിക്കും, എല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് 25,000 രൂപയാണെന്ന് പറഞ്ഞിരുന്ന അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാക്കേജ് ടൂർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ട്രാവലർ. ട്രാവലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് ട്രാവലർ. എന്താണ്? എ പേഴ്സൺ ട്രാവലിംഗ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫോർ സ്റ്റേയിങ്, ഹാസ് നീഡ്സ് ആൻഡ് വോൺസ്. അതായത് ലിഷർ പേർപ്പസിനോ എൻജോയ്മെന്റ് പേർപ്പസിനോ എന്റർടൈൻമെന്റ് പേർപ്പസിനോ ആയിരിക്കൂല, പക്ഷെ എന്തായിരിക്കും, ഫോർ ഹിസ് നീഡ്സ് ആൻഡ് വോൺസ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവലർ എന്ന് പറയുന്നത്. ട്രാവലർ എന്നുള്ള നിങ്ങൾക്ക് തന്ന നോട്ടിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ക്ലിയർ ചെയ്യുക സ്പെല്ലിങ് ട്രാവലർ. അപ്പം ട്രാവലർ എന്താ മനസ്സിലായി, ഇറ്റ്സ് എ പേഴ്സൺ. പക്ഷെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവൽ എന്ന് പറയുന്നത്. 8th പോയിന്റ് ട്രാവൽ. നെക്സ്റ്റ് താഴെ ട്രാവലർ ജസ്റ്റ് മാറിയിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കാം. ട്രാവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മൂവ്മെന്റ് ഫ്രം വൺ movement of people from one place to another for staying his needs and wants. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിനാണ് ട്രാവൽ എന്ന് പറയാം. ആ മൂവ് ചെയ്യുന്ന ആ ഒരു പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയാ, ട്രാവലർ എന്ന് പറയാം, കൺഫ്യൂഷൻ വരരുത്. നെക്സ്റ്റ് വൺ ആണ് ട്രാവൽ ഏജന്റ്. ട്രാവൽ ഏജന്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത് പറയാം, ടൂർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഫേമോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ എന്തായിരിക്കും, ദേ ആർ പ്രൊവൈഡിങ് ടൂർസ്, ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ, അക്കോമഡേഷൻ, മീൽസ് and sightseeings and all other elements of a travel. Actually നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാക്കേജ് പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത് ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ട്രാവൽ ഏജന്റ് എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട, ഈ ട്രാവലർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന, ആ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മേ ബി എ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, എങ്ങനെയാവാം. ഈ ഒരു ടേമിൽ ഏത് ടേമിൽ വേണമെങ്കിലും ട്രാവൽ ഏജന്റ് ആവാം. അപ്പോൾ ആ ഒരു വ്യക്തി നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ, പക്ഷേ ടേംസ് കറക്റ്റ് ആണെങ്കിലും പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഹോട്ടൽ, അക്കോമഡേഷൻ, മീൽ, സൈറ്റ് സീയിങ് ആൻഡ് ഓൾ ദ എലിമെന്റ്സ് ഓഫ് ദ ട്രാവൽ ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദ ട്രാവൽ ഏജന്റ്. ഇനി നെക്സ്റ്റ് ടേമാണ് എയർലൈൻ. അപ്പം എയർലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ്, നമുക്ക് എയ്റോപ്ലെയിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ ജനറലായിട്ട് കേൾക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എയർലൈൻ എന്താണെന്നുള്ളത്. അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡിൽ, അതായത് നമ്മൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒരു ദിവസം എടുക്കുന്നത് എയർലൈൻ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ എത്തിച്ചേരാൻ പറ്റും. അതാണ് ഏറ്റവും ഷോർട്ട് ടൈമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എയ്റോപ്ലെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് എയർലൈൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എയർലൈൻ ആദ്യമായിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ വന്നിട്ടുള്ളത് 1903 ഇത് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് JRD ടാറ്റയാണ് ഫസ്റ്റ് ആയിട്ട് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ നെക്സ്റ്റ് ആണ് ഹോട്ടൽ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുവിധം പേര്, എനിക്ക് തോന്നുന്ന ഒരു 80% ആൾക്കാരും പോയി നിന്നിട്ടുള്ളതുമായിരിക്കും ഹോട്ടൽ. അപ്പോൾ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്ക്
ആ ഒരു കസ്റ്റമറിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്തൊക്കെ സൗകര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് വരിക? മെയിനായിട്ട് 4 കാര്യങ്ങളാണ് വരിക. 1 അക്കോമഡേഷൻ, നിൽക്കാനുള്ള സൗകര്യം. 2 ഫുഡ് ആൻഡ് ബീവറേജസ്, ഭക്ഷണം കഴിക്കാനും കുടിക്കാനുള്ള സൗകര്യം. 3 എൻ്റർടൈൻമെൻറ്റ്, നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ പ്ലേയിങ്സ് ഉണ്ടായിരിക്കാം, സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ്, ജിമ്മ്, പിന്നെ അതുപോലെ തന്നെ ബ്യൂട്ടി പാർലേഴ്സ്, സ്പാസ്, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അതർ സർവീസസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിലൊക്കെ എന്താ വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പേയ്മെൻറ്റ്. അല്ലാതെ വെറുതെ ഫ്രീ ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അവരൊരു ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യില്ല. പേയ്മെൻറ്റോട് കൂടിയിട്ട് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഈ സൗകര്യങ്ങളോട് കൂടിയിട്ട് സ്റ്റേ ചെയ്യുന്നതിന് ആ ഒരു പ്ലേസിനെ നമ്മൾ ഹോട്ടലിന് ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് മോട്ടൽ. മോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേയിങ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 1 അവറിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫ്രഷ് അപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ റൂം എടുക്കുന്നതിനാണ് മോട്ടൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മെയിൻലി ഇറ്റ് ഈസ് ആ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഓട്ടോമൊബൈൽ യൂസ് ചെയ്തിട്ട് നമ്മൾ റോഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 3 ദിവസം 4 ദിവസത്തൊക്കെ യാത്ര ആണെങ്കിൽ നമുക്ക് വഴിയിൽ നിന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി കയറി ഫ്രഷപ്പ് ആവുന്ന അങ്ങനത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ മോട്ടലിന് പറയാം. അപ്പം മോട്ടലിൽ സാധാരണ രീതിയിൽ കുളിക്കുന്നത് മുതലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു ഹോട്ടലിലുള്ള എല്ലാ ഫെസിലിറ്റീസും മോട്ടലിലും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളവിടെ സാധാരണ രീതിയിൽ സ്റ്റേ ചെയ്യാറില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവുകയാണ് ചെയ്യാറ്. നെക്സ്റ്റ് വണ്ണാണ് റോട്ടൽ. ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടൽ ഓൺ വീൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഹോട്ടലിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കിട്ടണതിനാണ് എന്ത് പറയുക, ഹോട്ടൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രെയിനിൽ. ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ്, കിടക്കാനുള്ളൊരു ബെഡ് ഫുള്ളായിട്ട് നമുക്ക് രാത്രി കിട്ടും. രാവിലെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇപ്പോൾ 2 ടയർ 3 ടയർ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ അവൈലബിൾ ആണ്, റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അത്തരത്തിലുള്ള ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്രയിൽ തന്നെ ഈ ഹോട്ടലിലുള്ള എല്ലാ ഫെസിലിറ്റീസ്, അക്കോമഡേഷന്, ഫുഡ്, ബാത്തിങ്, സ്ലീപ്പിങ്, ഷെൽഫ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, റോട്ടൽ എന്ന് പറയുന്നത്. അതാണ് റോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെസിലിറ്റി പ്രൊവൈഡിങ് ഓൺ വീൽസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ലോബി. ലോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഏരിയ, അതായത് നമുക്കറിയാം ഏതൊരു സ്ഥലത്ത് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു ഭാഗം, ആ ഒരു റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി അട്രാക്റ്റീവ് ആയിരിക്കും, വെരി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്തിന് നമ്മൾ എന്ത് പറയുക, ലോബി എന്ന് പറയാം. നെക്സ്റ്റ് വണ്ണാണ് കുസീൻ. കുസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫുഡ് തരുന്നത് ഇന്നൊരു ആസ്തറ്റിക് മാനർ ഉണ്ടാകുക. ആസ്തറ്റിക് മാനർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ സാധാ തട്ടുകടയിൽ പോണ പോലെ ആവില്ല ചിലപ്പോഴും നല്ല തട്ടുകടയിൽ പോണ പോലെ ആവില്ല നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ. അവിടെ നമ്മൾ ചെന്നിട്ട് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യുന്ന പോലെ ആ ഒരു വൃത്തിയും ആ ഒരു ഡെക്കറേഷൻ ഒരിക്കലും നമ്മൾ തട്ടുകടയിൽ പോയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. നമ്മൾ ബിരിയാണി ആണെങ്കിലും ശരി, നമ്മൾ സാധാ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി വയ്ക്കുമ്പം ജസ്റ്റ് ഒരു ബിരിയാണി മാത്രമായിരിക്കും. പക്ഷേ നേരെ മറിച്ച് നമ്മൾ കുറച്ച് ഹൈ ലെവൽ ഹോട്ടൽസിലൊക്കെ പോയിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ എന്തെങ്കിലും അണ്ടിപ്പരിപ്പ്, മുന്തിരി അല്ലെങ്കിൽ മല്ലിയിലൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫുഡ് ഒരു പ്രത്യേക രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടേമിന് പറയുന്ന പേരാണ് കുസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് കാസിനോ. കാസിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കാസിനോ മോഹൻലാലിൻ്റെ ഒക്കെ മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കാസിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാംബ്ലിംഗ് ഫെസിലിറ്റി കൊടുക്കുക. അതായത് ഫുഡ് ഉണ്ടായിരിക്കും, ബീവറേജ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഈ എന്താ പറയുക ചൂതാട്ടക്കളികൾ, അതിനാണ് കാസിനോ പറയുക. അപ്പോൾ ആ ഒരു സൗകര്യം കൂടി ഉണ്ടായിരിക്കും. ആ ഒരു സൗകര്യം കൊടുക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഗസ്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ഒന്നും കൂടിയൊക്കെ ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഗെയിംസ് ഒക്കെ കൊടുത്തൊന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഗസ്റ്റിൻ്റെ അട്രാക്ഷൻ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടി കൊടുക്കുന്നതാണ് ഈ കാസിനോ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിവിടെയൊക്കെ കുറവാണ്. ഗോവയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കാസിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു പേപ്പർ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മനസ്സിലാവണമെങ്കിൽ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത ആളുകൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങും കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡും കൂടി ആയിട്ടുള്ളൊരു ഇതായിരിക്കും. വേർഡ്സും ആയാലും ടേംസ് ആയാലൊക്കെ മുന്നേ കേട്ട് പരിചയമുള്ള ആളുകളായിരിക്കാം. കാസിനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് നല്ല വെള്ളാക്കി എഴുതി വെച്ച് നല്ല അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും.
ദെൻ നെക്സ്റ്റ് ടേമാണ് ഗസ്റ്റ്. ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? നമ്മളെ ഹോട്ടലിലേക്ക് നിൽക്കാൻ പോകുന്ന ആ പേഴ്സൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സണെ നമ്മൾ എന്ത് പറയുന്നത്? ഗസ്റ്റ് എന്ന് പറയുന്നത്. ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ നിൽക്കാൻ പോകുന്ന ആളായാലും മോട്ടലിൽ നിൽക്കാൻ പോകുന്ന ആളാണെങ്കിലും ഈ ലോബിയിലേക്ക് കയറി ചെല്ലുന്ന ആളാണെങ്കിലും ഈ കുസിൻ ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ വ്യക്തിനൊക്കെ നമ്മൾ എന്താ പറയുക? ഗസ്റ്റ് എന്നാണ് പറയുക. അപ്പം ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ ആവുമ്പോൾ ചിലപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ആ ഹോട്ടലിലെ ഗസ്റ്റ് ആരാണ്? ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഞങ്ങളുടെ ഫാമിലി മൊത്തം അവരെ ഗസ്റ്റാണ്. സോ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ ഫെസിലിറ്റീസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആ പേഴ്സണാണ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടേമാണ് ഷെഫ്. ഷെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പൊസിഷനാണ് ഒരു ഷെഫിനുള്ളത്. നിങ്ങൾക്കറിയാൻ പറ്റും, ഉസ്താദ് ഹോട്ടലൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. ഷെഫിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു സീനൊക്കെ ഉണ്ട്. അതിലെന്താണ്? ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഷെഫിനെ കാണാൻ പറയും, ഏറ്റവും മോശമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഷെഫിനെ കാണണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് പൊസിഷൻ. അതൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കൂടിയാണ്. അതായത് ഒരു ഹോട്ടലിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഷെഫ്സ് കൂടുമ്പോഴാണ് ശരിക്കും ആ ഒരു ഹോട്ടലിനെ അത്രയും അട്രാക്റ്റീവ് ആക്കി എടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെ ആർക്കാണുള്ളത്? ഷെഫിനാണ് ഉള്ളത്. എന്തായാലും ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാം. സോ ഈ ടേംസൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഞാൻ എക്സാം എടുക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നാളെ ഈവനിങ്ങിൽ കാണിക്കുക. ഓക്കെ, താങ്ക് യു.